ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിപ്രീസിയേഷനാണ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഡിപ്രീസിയേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിപ്രീസിയേഷൻ വരെ പറഞ്ഞു നിർത്തി. ഇന്ന് നമുക്ക് 7th പോയിൻ്റ് മുതൽ, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മുതലാണ് പറയേണ്ടത്. ക്ലോസിംഗ് ഇൻവെൻ്ററിയാണ് 7th പോയിൻ്റ്. ക്ലോസിംഗ് ഇൻവെൻ്ററി ഇവിടെ നമുക്കറിയാമല്ലോ. ക്ലോസിംഗ് ഇൻവെൻ്ററിയും ഓപ്പണിംഗ് ഇൻവെൻ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതി അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് നമുക്കറിയാം, പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് നേക്കാൾ കുറവാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഫിഗറും, ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഫിഗറാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, സാധാരണ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു, അല്ലെങ്കിൽ ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതിന് ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഓർ റിയലൈസബിൾ പ്രൈസ്, നമുക്ക് ഈ പ്രോഡക്റ്റ് വിറ്റാൽ കിട്ടുന്ന പൈസയോ അല്ലെങ്കിൽ കോസ്റ്റോ ഏതാണോ കുറവ്, ആ വാല്യൂവിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടത്, വാല്യൂ ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, ആ എൻറ്റിറ്റി എന്ത് ചെയ്യണം, ചില ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം. ഈ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്ന്, അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റഡ് ഇൻ മെഷറിങ് ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററീസ് മെഷർ ചെയ്യാനുള്ള അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. 2, ടോട്ടൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻ്ററീസ് ആൻഡ് ക്യാരിയിങ് എമൗണ്ട് ഇൻ ക്ലാസിഫിക്കേഷൻ അപ്രോപ്രിയേറ്റ് ടു ദി എൻറ്റിറ്റി. അതായത് ക്യാരിയിങ് എമൗണ്ട് അപ്രോപ്രിയേഷൻ നടത്തണം. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്ത് വ്യക്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ദെൻ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ഇൻവെൻ്ററീസ് ക്യാരിഡ് അറ്റ് ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. അത് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ലെസ് എന്താണ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. എമൗണ്ട് ഓഫ് ഇൻവെൻ്ററീസ് റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് ഡ്യൂറിങ് ദ പീരീഡ്. അതായത് ആ സമയത്ത് ഇൻവെൻ്ററി വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള റൈറ്റ് ഡൗൺ ഇൻവെൻ്ററീസ് ഉണ്ടെങ്കിൽ അത്. ദെൻ റിവേഴ്സൽ ഓഫ് എനി റൈറ്റ് ഡൗൺ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കുറയുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് റിവേഴ്സ്, IFRS അങ്ങനെയുള്ള പ്രൊവിഷൻ ഉണ്ട്. റിവേഴ്സൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് അത് പ്രോബ്ലം എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കുക, വാല്യൂ കുറഞ്ഞത് കുറച്ച് നാളുകൾക്ക് ശേഷം വാല്യൂ കൂടുകയാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ IFRS ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ദെൻ ക്യാരിയിങ് എമൗണ്ട്, അതായത് ഏതെങ്കിലും അസറ്റിൻ്റെ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള കറണ്ട് അസറ്റിൻ്റെ ഏതെങ്കിലും ഇൻവെൻ്ററീസ് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട്, അതിൻ്റെ വാല്യൂ കാണിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയാണ് നമുക്ക് 7th പോയിൻറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻ്ററി എന്ന് പറയുന്ന 7th പോയിൻറ്റിൽ ഇത്രയും പോയിൻറ്റ്സാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അതിൽ 7th പോയിൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ SOFPയിൽ ക്ലോസിംഗ് സ്റ്റോക്കാണ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബാലൻസ് ഷീറ്റിലെടുക്കുന്ന സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്, അത്രയേ ഉള്ളൂ. അത് ഇവിടെ പറയുമ്പോൾ കുറച്ച് ആലങ്കാരികമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. 8th പോയിൻറ്റ് പ്രൊവിഷൻസ് ആണ്. എന്താണ് പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷത്തെ എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന്, ഈ വർഷത്തെ എക്സ്പെൻസസ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ കൊടുക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വർഷം എന്തെങ്കിലും ലോസ് വരുമോ എന്ന് പ്രതീക്ഷിച്ച് ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ടിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊവിഷന് ചില കണ്ടീഷൻസ് ഉണ്ട്, ചില പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 ഡിഫൈൻസ് പ്രൊവിഷൻ ആസ് എ ലയബിലിറ്റി. അത് പ്രൊവിഷൻ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 ഡിഫൈൻ ചെയ്യുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ നോക്കാം നമുക്ക്. ആൻ എൻറ്റിറ്റി ഹാസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വിച്ച് ഈസ് ദ റിസൾട്ട് ഓഫ് എ പാസ്റ്റ് ഇവൻറ്റ്. അപ്പോൾ പ്രൊവിഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം. അത് വിച്ച് ഈസ് റിസൾട്ട് ഫ്രം എ പാസ്റ്റ് ഇവൻറ്റ്. അതായത് മുൻപത്തെ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട്, കുറച്ച് നാളുകൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ, അതിനെയാണ് ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രൊവിഷൻ ചെയ്ത് വെക്കേണ്ടത്. എക്സാമ്പിളായിട്ട് ഇത് മനസ്സിലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 വർഷം മുൻപ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് അതിൻ്റെ പൈസ വാങ്ങി. ഇപ്പോൾ 5 lakh rupees ഡിബഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തു. റിഡീമബിൾ ആഫ്റ്റർ 5 years ആണ്, 5 വർഷത്തിന് ശേഷമാണ്.
അപ്പോൾ 2 വർഷം മുൻപാണ് ഇഷ്യൂ ചെയ്തത്. 5 വർഷം എന്ന് പറഞ്ഞാൽ ഇനിയും 3 വർഷം കൂടി ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അതിന് ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 5 വർഷം കഴിഞ്ഞ് ഈ 5 ലക്ഷം രൂപ കൊടുത്തു തീർക്കാൻ കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു സർട്ടൻ എമൗണ്ട് ഇപ്പോൾ തന്നെ പ്രൊവിഷൻ ചെയ്ത് മാറ്റിവെക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കണം. 1. 2, ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് എ പേയ്മെൻറ്റ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. അവിടെ എന്തായാലും എന്താണ്, ഒരു പേയ്മെൻറ്റ് വേണം. ഒബ്ലിഗേഷൻ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടി ഒരു പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. എ റിലയബിൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഒബ്ലിഗേഷൻ. ഒരു റിലയബിൾ എസ്റ്റിമേറ്റ് നടത്തണം ഒബ്ലിഗേഷൻസ് പേ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ എസ്റ്റിമേഷൻ കറക്റ്റാണ്. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് റിലയബിൾ എസ്റ്റിമേറ്റ് നടത്താൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 5 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 വർഷം മുൻപ് നമ്മൾ വാങ്ങുമ്പോൾ കൊടുത്തിട്ടുള്ള എഗ്രിമെൻറ്റ് ബേസിലാണ് അല്ലേ. റെഡീമബിളറ്റ് പാറാവാം, റെഡീമബിളറ്റ് പ്രീമിയം ആവാം, അങ്ങനെ പല രീതിയിലാവാം. അവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ റിലയബിൾ ആയിട്ടുള്ള എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആ എമൗണ്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കണം. എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കണം. ഓരോ വർഷം നമ്മൾ എടുക്കേണ്ട എമൗണ്ട് കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾക്കറിയാം സിങ്കിങ് ഫണ്ട് മെത്തേഡിലൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടുകൾ നമുക്കറിയാം കൃത്യമായിരിക്കും എമൗണ്ട്. അത്തരം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ വേണം മാറ്റിവെക്കാൻ. അത് ഓരോ സമയത്ത് എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷനിൽ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് ലയബിലിറ്റി ആയിട്ട് വരാം. അതുപോലെ തന്നെ മാറ്റിവെക്കുന്നത് എന്താണ്, എവിടെ നിന്നാണ് സെറ്റ് അസൈഡ് ചെയ്യുന്നത്? ഈ ഒബ്ലിഗേഷന് വേണ്ടി നമ്മൾ എമൗണ്ട് പ്രൊവിഷൻസ് സെറ്റ് അസൈഡ് ചെയ്യുന്നത് P&L അക്കൗണ്ടിൽ നിന്നാണ്. അത്ര തന്നെയാണ് ഇവിടെയുള്ളൂ. കൂടുതലായിട്ടൊന്നും നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിക്കാനില്ല. ഇനി 9th പോയിൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ള എമൗണ്ടിനെ, അതായത് ഈ റിപ്പോർട്ടിംഗ് പീരീഡിൽ, ഈ റിപ്പോർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ വർഷത്തെ സാലറി പെയ്ഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് എവിടെ കാണിക്കണം? P&L അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കാണിക്കണം. മാത്രമല്ല അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ SOFP എന്നുള്ള ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ, യാതൊരു മാറ്റമില്ല. അതിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സ്പെൻസ് മുൻകൂട്ടി പേ ചെയ്യുന്നു. അതായത് അടുത്ത വർഷത്തേക്കുള്ളൊരു എക്സ്പെൻസ് നമ്മളിപ്പോൾ പേ ചെയ്യുന്നതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിൽ ആ പ്രീപെയ്ഡ് പോർഷൻ നമ്മൾ ലെസ് ചെയ്യണം. അതേപോലെ തന്നെ SOFPയിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ കാണിക്കും വേണം. അതിലൊന്നും മാറ്റില്ല. അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്. അത് റിസീവ്ഡ് അല്ല, പക്ഷേ അത് അക്രൂഡാണ്. അക്രൂഡ് ഇൻകം നമുക്ക് ഈ വർഷത്തെ ഇൻകത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്. നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്, പക്ഷെ അത് നേരത്തെ കിട്ടി. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം നമ്മുടെ ഇൻകത്തിൽ നിന്ന്, ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ അത് SOFPയിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ അത് കറണ്ട് അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ എന്താണ് കറണ്ട് ലയബിലിറ്റിയുടെ ബേസിലാണ് അത് കാണിക്കേണ്ടത്. കറണ്ട് ലയബിലിറ്റിയിലാണ് SOFPയിൽ അത് ആ ഹെഡിൽ അണ്ടറിലാണ് അത് കാണിക്കേണ്ടത്. 13th പോയിൻ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വാൻസ് ചെയ്ത് പേ ചെയ്യുന്ന ടാക്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത്തരം കേസ് നമ്മൾ കറണ്ട് അസറ്റ്സിൽ ആണ് കാണിക്കേണ്ടത്. 14th പോയിൻ്റ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി ടാക്സ് ലയബിലിറ്റി അറിയുന്നതിന് മുൻപ് തന്നെ. ഇപ്പോൾ ഈ വർഷത്തെ ടാക്സ് ലയബിലിറ്റി നമുക്ക് ഒരിക്കലും ഈ വർഷം അറിയാൻ സാധിക്കില്ല. അപ്പോൾ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി അടുത്ത വർഷത്തെ അടുത്ത വർഷമൊക്കെ അറിയുമ്പോഴേക്കും സമയം വൈകും. അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ വർഷത്തെ ടാക്സ് കൊടുക്കാൻ ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് തന്നെ മാറ്റിവെക്കുന്ന പ്രൊവിഷനെയാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത്. അത് P&L അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റിയിലെ ഷോർട്ട് ടൈം പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിൻ്റെ താഴെയാണ് ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്നുള്ള ഹെഡ് കാണിക്കേണ്ടത്. അടുത്ത ലാസ്റ്റ് ഐറ്റം 15th ആയിട്ടാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മീഷൻസ്.
കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പോൾ കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഈസ് എ ലയബിലിറ്റി വിച്ച് മേ ഓർ മെ നോട്ട് അറൈസ് ഇൻ ഫ്യൂച്ചർ. അത് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ലയബിലിറ്റി ആയിട്ട് വരാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, ലയബിലിറ്റി അല്ലാതിരിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആക്ച്വൽ ലയബിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. അതൊരിക്കലും ഒരു ആക്ച്വൽ ലയബിലിറ്റി ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ടുള്ള ഫുട് നോട്ട് ബേസിലാണ്, ഫുട് നോട്ട് ഏരിയയിലാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാറ്, എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയിൽ എന്തൊക്കെയാണ് സാധാരണ വരുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം. ഒന്ന് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഐറ്റം, മറ്റൊന്ന് കമ്മിറ്റ്മെൻറ്റ്സുമാണ്. അപ്പോൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിലാണ് വരുന്നത്. ഒന്നാമത്തെ ഐറ്റം കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയാണ്. അതിൽ വരുന്നത് ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ കമ്പനി നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്. ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എതിരായിട്ടുള്ള ക്ലെയിമാണ്, പക്ഷേ കമ്പനി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയാണ്. കമ്പനി അഡ്മിറ്റ് ചെയ്താൽ ലയബിലിറ്റി ആവും. കമ്പനി അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്താണ്, റെഫ്യൂസ് ചെയ്യാണ്, നിരസിക്കുകയാണെങ്കിൽ അത് ലയബിലിറ്റി ആവില്ല, കമ്പനിയുടെ ലയബിലിറ്റി ആവില്ല. ഗ്യാരണ്ടീസ്, കമ്പനി പലർക്കും വേണ്ടി ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അത്തരം കേസുകൾ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് അതർ മണി ഫോർ വിച്ച് ദ കമ്പനി ഈസ് കണ്ടിൻജൻ്റ്ലി ലയബിൾ. വേറെ ഏതെങ്കിലും തരത്തിൽ കണ്ടിൻജൻ്റ്ലി ലയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ അത്. ഇനി കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. കമ്മിറ്റ്മെൻറ്റ്സ് നോക്കാം നമുക്ക്. എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് കോൺട്രാക്ട്സ് റിമൈനിങ് ടു ബി എക്സിക്യൂട്ടഡ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് നോട്ട് പ്രൊവൈഡഡ് ഫോർ. അതായത് ഏതെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അത് കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, ആ കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ. അൺകോൾഡ് ലയബിലിറ്റി ഓൺ ഷെയർസ് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട്ലി പെയ്ഡ്. ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ ഷെയർസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അൺകോൾഡ് ഭാഗം, അൺകോൾഡ് ലയബിലിറ്റി. ഇപ്പോൾ നമ്മൾ 10 രൂപയുടെ ഷെയർ വാങ്ങി, അതിൽ 5 രൂപ നമ്മുടെ കമ്പനി അടച്ചു തീർത്തിട്ടുണ്ട്. ബാക്കി 5 രൂപ അടയ്ക്കുക എപ്പോഴാണ്, അവർ വിളിക്കുമ്പോഴാണ്. അത് ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവില്ല, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമായിരിക്കും. അത് കമ്പനിക്ക് തോന്നുമ്പോഴായിരിക്കും അത് കോൾ ചെയ്യാം. അപ്പോൾ കോൾ ചെയ്യുന്നത് വരെയുള്ള ലയബിലിറ്റി കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരുന്നു. സി പോയിൻ്റ് ആയിട്ട് പറയുന്നത് അതർ കമ്മിറ്റ്മെൻറ്റ്സ്. വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഭാഗമായിട്ട് വരാം, കമ്മിറ്റ്മെൻറ്റ്സ് ആയിട്ട് വരാം. ഇപ്പോൾ 15 പോയിൻ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ 15 പോയിൻ്റ് എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടല്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് പഠിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള അതേപോലൊക്കെ തന്നെയാണ്. ചില പോയിൻ്റുകൾ മാത്രമാണ് നമുക്ക് ഒരു വ്യത്യാസമുള്ളൂ. ഫോർ എക്സാമ്പിൾ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും എഴുതുന്ന മെത്തേഡ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ പലപ്പോഴും എഴുതുന്ന മെത്തേഡ്സൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതുമാത്രമാണ്. പിന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറഞ്ഞ പുതിയൊരു ടാക്സ് ഐറ്റം കുട്ടികൾ പഠിക്കുന്നു. TDS, ടാക്സ് ഡിഡക്റ്റ് അറ്റ് സോഴ്സ് എന്ന് പറയുന്ന പുതിയ ഐറ്റം പഠിക്കുന്നു. അങ്ങനെയുള്ള ഐറ്റംസാണുള്ളത്. ഇനി നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ പറയുന്ന പ്രോബ്ലം, ആദ്യത്തെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുന്നു. പിന്നീട് നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പം ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ് ആണെങ്കിൽ കൂടി നമുക്ക് പറ്റാവുന്ന അത്രയും ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റേറ്റീവ് നേച്ചറുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ഹോംവർക്കായിട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പേജ് നമ്പർ 199 ഇല്ലസ്ട്രേഷൻ 7 ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ടൈസൺ ലിമിറ്റഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹10 lakhs ഇൻ ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. അപ്പോൾ ₹10 lakhs എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ₹10 lakhs എന്ന് പറഞ്ഞാൽ എത്ര ഷെയർ ഉണ്ടാവും? 1 ലക്ഷം ഷെയറാണ് ഉണ്ടാവുക അല്ലേ? ഈച്ച് ഇഷ്യൂഡ് 80,000. അപ്പോൾ 1 ലക്ഷം ഷെയറിൽ അവരിപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള എത്രയേ ഉള്ളൂ? 80,000 ഷെയർസേ ഉള്ളൂ. ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് ദ കമ്പനി ആസ് ഓൺ 31/3/2017. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8 lakh, കോൾസ് ഇൻ അരിയേഴ്സ് 10,000, സെക്യൂരിറ്റീസ് പ്രീമിയം 1 lakh, 8% ഡിബഞ്ചേഴ്സ് 3 lakh, സെയിൽസ് 3,80,000, സ്റ്റോക്ക് ഓൺ 1/4/2016, ഓപ്പണിംഗ് സ്റ്റോക്കാണ് 42,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh, പർച്ചേസസ് 1,60,000, വേജസ് 8,000, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 2,000,
salary 18,000, office expenses 6,000, commission 12,000, sundry debtors 80,000, sundry creditors 18,000, bills payable 12,000, furniture 1 lakh, cash at bank 30,000, cash in hand 10,000, then preliminary expenses 56,000, 10% investment 3 lakh, goodwill 6 lakh, P&L account കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റാണ് 1/4/2016, ദാറ്റ് ഈസ് 1 lakh. ഇത്രയാണ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓൺ 31/3/2017 31/3/2017 ഈസ് വാല്യൂഡ് അറ്റ് ₹12,000. ക്ലോസിംഗ് സ്റ്റോക്കാണ് 12,000 രൂപ. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ₹30,000. ഇൻട്രസ്റ്റ് ഉണ്ട് ഒരു 30,000 രൂപ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 6,000. ഇതാണ് മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻറ്റ് 1/10 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ടു ബി റിട്ടൺ ഓഫ്. 1/10 എന്ന് പറഞ്ഞാൽ 10-ലൊരു ഭാഗം പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ 56,000 എന്ന് പറയുമ്പോൾ 10% അല്ല 5,600 രൂപ വരും. അത് റൈറ്റ് ഓഫ് ചെയ്യണം. ട്രാൻസ്ഫർ 30,000 ടു ജനറൽ റിസർവ്. 30,000 രൂപ ജനറൽ റിസർവിലേക്ക് മാറ്റണം. ഡയറക്ടേഴ്സ് റെക്കമെൻഡഡ് ഡിവിഡൻഡ് ഓഫ് 10% ഓൺ പെയ്ഡപ്പ് ക്യാപിറ്റൽ. ഡയറക്ടേഴ്സ് ഒരു 10% എന്താണ് പെയ്ഡപ്പ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഏഴാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ ₹35,000. 35,000 രൂപയാണ് ടാക്സേഷന് വേണ്ടി പ്രൊവിഷൻ ചെയ്ത് വെക്കണം. എട്ടാമത്തെ പോയിൻറ്റ് പ്രൊവൈഡ് ഫോർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 year. 1 വർഷത്തേക്കാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒൻപതാമത്തെ പോയിൻറ്റ് പ്രൊവൈഡ് CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 20%. ഇത്രയാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് തന്നിട്ടുള്ളത്. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ഇത് ഒരു നല്ല ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അത് വലിയ കാര്യമില്ല, നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ഡിഫറൻസ് എടുക്കുകയേ വേണ്ടൂ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. 2 ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഫിനാൻഷ്യൽ എക്സ്പെൻസിൽ വരുന്നതാണ്, ഫിനാൻഷ്യൽ കോസ്റ്റിൽ വരുന്നതാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിലാണ് ഈ ഇതില്ലേ എന്താണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻഡിച്ചറിൽ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സാലറി കൊടുത്തതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. 1/10 ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ടു ബി റിട്ടൺ ഓഫ് ട്രാൻസ്ഫർ ടു, അല്ലെങ്കിൽ എന്താണ് 1/10 പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് 56,000-ൻ്റെ 10% എന്ന് പറയുന്നത് 5,600 കേട്ടോ. അത് ലെസ് ചെയ്ത് കാണിക്കണം, അത് എക്സ്പെൻസ് ആയിട്ട് എഴുതണം. ജനറൽ റിസർവിൽ നിന്ന് ഒരു 30,000, അല്ലെങ്കിൽ ജനറൽ റിസർവിലേക്ക് 30,000 rupees ട്രാൻസ്ഫർ ചെയ്യണം. ഇനി എന്താണ് ഡയറക്ടേഴ്സ് 10% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മ വയ്ക്കണം നമ്മൾ P&L അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത്. ഇനി എന്ത് ചെയ്യുക, ടൈസൺ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2017 എന്നുള്ള ഒരു എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ സാധാരണ കഴിഞ്ഞ വലിയ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് 5 കോളംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കോളം നമ്പർ 1, 2, 3, 4 എന്നുള്ള നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കോളം വലിയ പർട്ടിക്കുലേഴ്സ് കോളം. മൂന്നാമത്തെ കോളം നോട്ട് നമ്പർ എഴുതാനാണ്. നോട്ട് ആവശ്യത്തിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. നാലാമത്തെ കോളം എന്ന് പറയുന്നത് ഫിഗേഴ്സ് ഫോർ കറണ്ട് ഇയർ, അല്ലെങ്കിൽ എമൗണ്ട് ഫോർ കറണ്ട് ഇയർ. ലാസ്റ്റ് കോളം നമ്മൾ ഡമ്മി ആയിട്ട് ഇട്ടിരിക്കുകയാണ്, അതായത് പ്രീവിയസ് ഇയറിൻ്റെ കോളാണ്. പ്രീവിയസ് ഇയറിൻ്റെ എമൗണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ആ കോളം വേണമെന്ന് നിർബന്ധമില്ല. എക്സാമിനേഷന് ഇങ്ങനെ വരച്ച് ആ കോളം ഫ്രീ ആയിട്ട് ഇട്ടില്ലെങ്കിലും മാർക്ക് കിട്ടും കേട്ടോ. എങ്കിലും ഇനി വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കേണ്ടുന്നവർക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ടൈസൺ ലിമിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡഡ് 31/3/2017 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ റോമൻ ലെറ്റർ 1 എഴുതുക. അതിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതാണല്ല ഒന്നാമത്തെ പോയിൻ്റ് നമുക്കറിയാം.
റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷനിലൂടെ കിട്ടുന്ന റവന്യൂ, ദാറ്റ് ഈസ് സെയിൽസ് ആണ്. സെയിൽസ് തന്നിട്ടുണ്ടോ നോക്കുക കുട്ടികൾ. ഉണ്ട്. 3,80,000 ആണ്. അതെടുത്ത് എഴുതുക. 3,80,000. രണ്ടാമത്തെ പോയിൻ്റ് അതർ ഇൻകം. അതർ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നോക്കുക. അതർ ഇൻകം എന്ന് പറയുമ്പോൾ അതർ ഇൻകം എന്നുള്ള പേരിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാതിരിക്കണ്ടോ, നമുക്ക് മറ്റുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാതിരിക്കണ്ടോ. ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. വർക്കിംഗ് നോട്ടിലെ നോട്ട് നമ്പർ 1 അതർ ഇൻകം എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അവിടെ എഴുതുക. എന്താണ്, നമുക്ക് ഓൾറെഡി രണ്ടാമത്തെ അഡീഷണൽ ഇൻഫർമേഷനിലൊരു പോയിൻ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതല്ലെങ്കിൽ തന്നെ 10% ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. 10% ഇൻവെസ്റ്റ്മെൻറ്റിന് 10% വെച്ച് പലിശ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 30,000 രൂപ നമുക്ക് അക്രൂഡാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നാലും തന്നില്ലെങ്കിലും എഴുതേണ്ടതാണ്. എന്തായാലും ഇവിടെ തന്നിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അതെടുത്ത് എഴുതാം. നോട്ട് നമ്പർ 1 ഇൻട്രസ്റ്റ് അക്രൂഡ് എന്താണ്? 30,000. ഇനി നമുക്ക് നമ്മുടെ ഇതിൽ നോക്കാം. ഇതിൽ കമ്മീഷൻ. അപ്പോൾ ഇത് നോക്കാനുള്ളൊരു ടെക്നിക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താണ്? അതർ ഇൻകമാണ്. അതർ ഇൻകം നോക്കുമ്പോൾ നമ്മൾ എവിടെ മാത്രം നോക്കിയാൽ മതി? ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റ് കോളത്തിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. അതർ ഇൻകം നോക്കുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ നോക്കുക. ക്രെഡിറ്റ് കോളത്തിൽ നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രീമിയം ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കമ്മീഷനാണ്. ആ കമ്മീഷൻ നമ്മുടെ ഇൻകമാണ്. പിന്നുള്ള സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, P&L അക്കൗണ്ടൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആകെയുള്ള ഒരു കമ്മീഷൻ എന്നുള്ള ഒരു ഐറ്റം മാത്രമാണ്. അത് റിസീവ്ഡ് ആണ്. ദാറ്റ് ഈസ് 12,000 നമ്മൾ എടുത്ത് എഴുതുക. അപ്പോൾ 2 ഐറ്റമാണ് അതർ ഇൻകത്തിൽ വന്നിട്ടുള്ളത്. 12,000 രൂപ കമ്മീഷനും 30,000 രൂപ ഇൻട്രസ്റ്റ് അക്രൂഡും രണ്ടും കൂടി കൂട്ടുമ്പോൾ 42,000 കിട്ടും. ഡബിൾ ലൈൻ ചെയ്യുക. നമ്മൾ നേരിട്ട് വീണ്ടും എന്തിലേക്ക് വരിക? P&L അക്കൗണ്ടിലേക്ക് വരിക. അതർ ഇൻകത്തിൽ ഒന്നാമത്തെ പോയിൻ്റ് കൊടുക്കുക. 42,000 ആണ് എമൗണ്ട്. ആ 42,000 കറണ്ട് ഇയർ കോളത്തിൽ എഴുതുക. വേറൊന്നും എഴുതാനില്ല. അപ്പോൾ അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 4,22,000 കിട്ടും. 4,22,000 അതാണ് ടോട്ടൽ റവന്യൂ. അത് തേർഡ് പോയിൻ്റ് എന്ന് കൊടുക്കുക. തേർഡ് പോയിൻ്റ് അങ്ങനെ നമ്പർ ഇട്ടില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. എങ്കിലും ഇത് നമ്പർ ഇട്ട് പോവുകയാണ്. അതിൻ്റെ ഫോം പോലെ തന്നെ തേർഡ് പോയിൻ്റാണ് ടോട്ടൽ റവന്യൂ, ദാറ്റ് ഈസ് 4,22,000. അവിടെ ഡബിൾ ലൈൻ ചെയ്ത് വയ്ക്കുക. അടുത്തത് 4ാമത്തെ പോയിൻ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കറിയാലോ, ഒരു സെയിൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ അവിടെ പർച്ചേസാണ് ഒന്നാമത്തെ എക്സ്പെൻസായിട്ട് വരിക. അപ്പോൾ പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ടാവും. കുട്ടികൾ ശ്രദ്ധിക്കുക. പർച്ചേസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പർച്ചേസ് എവിടെയാണ് ഉണ്ടായിരിക്കുക? സ്വാഭാവികമായിട്ടും ഡെബിറ്റ് കോളത്തിലാണ് പർച്ചേസ് ഉണ്ടായിരിക്കുക. ഉണ്ട്. പർച്ചേസസ് എന്ന് തന്നെ തന്നിട്ടുണ്ട്. ആ എമൗണ്ട് എടുത്ത് എഴുതുക. 1,60,000 പർച്ചേസസ്. 1,60,000. ഇനി പർച്ചേസിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പർച്ചേസിൻ്റെ ഒപ്പം തന്നെയാണ് ഡിഫറൻസ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. തൊട്ട് താഴെ പർച്ചേസസ് എഴുതിയേണ്ട തൊട്ട് താഴെ ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷേ ഇവിടെ സാധാരണ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് പ്രോബ്ലങ്ങളൊക്കെ എഴുതി കണ്ടിട്ടുള്ളത്. കുട്ടികൾ തിരിച്ചെഴുതിയാലും മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം എഴുതുക, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൻ്റെ താഴെ എഴുതി കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. ആ പോസിറ്റീവ് ഫിഗർ അങ്ങനെ തന്നെ എഴുതുക. ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് എഴുതിയോണ്ട് തെറ്റില്ല. ഫോം തിരിച്ചാണ്, പക്ഷേ ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ് എഴുതിയോണ്ട് കുഴപ്പമില്ല. അത് 30,000 ആണ്. 42,000 ആണ് ഓപ്പണിംഗ്, ക്ലോസിംഗ് 12,000 ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 30,000 ആണ്. അതവിടെ എഴുതി വയ്ക്കുക. 30,000. അടുത്തത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നമ്മൾ നോക്കുക. ഒന്നിലധികം ഐറ്റം ഉണ്ടെങ്കിലും അല്ലെങ്കിലും എംപ്ലോയി ബെനിഫിറ്റ് എന്നല്ല പേര് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇവിടെ സാലറി ഉണ്ട്, വേജസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. നോട്ട് നമ്പർ 2 ദാറ്റ് ഈസ് എന്താണ്? എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസസ്. നോട്ട് നമ്പർ 2 ആണ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. അതിലാദ്യം തന്നെ സാലറി എഴുതുക. ഇന്നർ കോളത്തിൽ 18,000 രൂപ എഴുതുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. നമുക്കെല്ലാവർക്കും അറിയാം, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. 6,000. ഔട്ടർ കോളത്തിലേക്ക് 24,000 കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി അതിൽ എഴുതാനുണ്ട്, വേജസ് കൂടി എടുത്ത് എഴുതുക. 8,000. അപ്പോൾ 24,000 പ്ലസ് 8,000 32,000 വരും.
അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് നോട്ട് നമ്പർ 2 ദാറ്റ് ഈസ് 32,000 32,000. അടുത്ത് ഫിനാൻസ് കോസ്റ്റ് എഴുതുക. ഫിനാൻസ് കോസ്റ്റ് നോക്കുക. നമുക്കറിയാം ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതുപോലെ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക. ഡിബഞ്ചേഴ്സ് ഉണ്ട്, ദെൻ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള പേരിലല്ല, ഡിബഞ്ചർ എന്നുള്ള പേരിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തേർഡ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഫിനാൻസ് കോസ്റ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ എഴുതുക ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. നമുക്ക് 8ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡ് ഫോർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 year എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എഴുതണം. എത്രയാണ് ഡിബഞ്ചറിൻ്റെ എമൗണ്ട്, എത്രയാണെന്ന് നോക്കാം. ഡിബഞ്ചറിൻ്റെ എമൗണ്ട് 3 lakh ആണ്. ഡിബഞ്ചറിൻ്റെ എമൗണ്ട് 3 lakh 8% ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ 3 lakhൻ്റെ 8% എന്ന് പറയുമ്പോൾ 24,000 ഡബിൾ ലൈൻ ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ വീണ്ടും ഇതിലേക്ക് വരിക, നമ്മുടെ P&L അക്കൗണ്ടിലേക്ക് വരിക. P&L അക്കൗണ്ടിൽ ഫിനാൻസ് കോസ്റ്റ് 3 ആണ് നമ്മുടെ നോട്ട് നമ്പർ. എമൗണ്ട് 24,000. അടുത്തത് ഡിപ്രീസിയേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് കൃത്യമായിട്ട് നമുക്ക് TBയിൽ തന്നിട്ടുണ്ട് അല്ലേ. TBയിൽ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ഇവിടെ മാത്രം എടുത്താൽ മതിയായിരിക്കും. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ നേരിട്ട് നമുക്ക് 2,000 എഴുതാം. തൊട്ട് താഴെ അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സേതര അതർ ദാൻ അവർ ബിസിനസ് എക്സ്പെൻസാണ്. എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ ഹെഡിങ് കൊടുക്കുക അതർ എക്സ്പെൻസസ്. അതിൽ നമ്മൾ പറയുന്ന പ്രൊഡക്ഷൻ അല്ലാത്ത എക്സ്പെൻസാണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള എക്സ്പെൻസാണ് അതിൽ വരിക. അതർ എക്സ്പെൻസസ് എന്നുള്ള ഹെഡ് കൊടുക്കുക. ആദ്യം തന്നെ അതിലെഴുതുക ഓഫീസ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് 6,000 rupees-ആണ്. അതെടുത്ത് എഴുതുക. പിന്നീട് ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു പ്രിലിമിനറി എക്സ്പെൻസ് അതിനകത്തുണ്ട്. അതേപോലെ തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുന്ന അതർ എക്സ്പെൻസസിൽ വരുന്ന റൈറ്റാണ്. അപ്പോൾ അവിടെ എഴുതുക പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ് ബ്രാക്കറ്റിൽ എഴുതുക 5,60,000. എത്രയാണ് എമൗണ്ട്? 56,000 ആണ്. 56,000 ഇൻറ്റു 10% ഓർ 1/10, രണ്ടായാലും ശരിയാണ്. 1/10 ഓർ 10%, ദാറ്റ് ഈസ് 5,600. അപ്പോൾ 6,000 ആണ് ഓഫീസ് എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടൺ ഓഫ് 5,600 വരും. രണ്ടും കൂടി കൂട്ടുമ്പോൾ 11,600 അതാണ് ടോട്ടൽ വരിക. അതെടുത്ത് എഴുതുക. 11,600 ആണ് അതർ എക്സ്പെൻസസ്. നോട്ട് നമ്പർ 4 ആണ് 11,600. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ടോട്ടൽ എക്സ്പെൻസസ് 2,59,600 ആണ്. 2,59,600. അപ്പോൾ എക്സ്പെൻസസിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 2,59,600 ആണ്. ഇനി 5ാമത്തെ ഹെഡാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ റവന്യൂ മുകളിലുണ്ട്. ദാറ്റ് ഈസ് 4,22,000 മൈനസ് ഇപ്പോഴത്തെ എക്സ്പെൻസസ് 2,59,600 അല്ലേ. 4,22,000 നിന്ന് 2,59,600 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് PBT കിട്ടും. PBT എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ദാറ്റ് ഈസ് 1,62,400. അപ്പോൾ PBT എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ അടുത്തായിട്ട് എന്തായിരിക്കണം? ടാക്സ് ആയിരിക്കണം. ടാക്സ് എക്സ്പെൻസസ് ഓർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ടാക്സ് എക്സ്പെൻസസ് എന്ന് പറയുന്ന 6ാമത്തെ പോയിൻ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. വേറെ പോയിൻറ്റ്സ് ഒന്നും അതിനിടയിലില്ല. എക്സ്പെൻസ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മുടെ റിസൾട്ട്. അതിനുശേഷം 6ാമത്തെ പോയിൻ്റ് ടാക്സ് എക്സ്പെൻസസ് ഓർ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. നമുക്ക് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 35,000. അതെടുത്ത് എഴുതുക. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സിനോടുകൂടി ടാക്സ് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ കിട്ടുക? PAT ആണ് കിട്ടുക. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതാണ് 7ാമത്തെ പോയിൻ്റാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതായത് ടാക്സ് കഴിഞ്ഞ് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്? 1,27,400 പ്രോഫിറ്റ് ഉണ്ട്. ഇതിൽ നിന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ പുതിയ റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? EPSും കാണണം, ഡയലൂട്ടഡ് EPSും കാണണം. ഇവിടെ ഡയലൂട്ടഡ് EPS കാണാൻ സ്കോപ്പില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? EPS മാത്രം കാണുന്നു. ദാറ്റ് ഈസ് 8ാമത്തെ പോയിൻ്റായിട്ട് ഏണിങ്സ് പെർ ഷെയർ ഈസ് ഈക്വൽ ടു 1,27,400 ഡിവൈഡ് ബൈ 80,000.
1,27,400-നെ 80,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 15.9, 15.9 നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കുട്ടികൾ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് കോൾസിൻ എരിയർ 10,000 രൂപ ഉണ്ട്, എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തു, 80,000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൾസിൻ എരിയർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം, അല്ലെങ്കിൽ അരിയർ വലിയ അരിയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അധികം നാളായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കോൾസിൻ എരിയർ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ 80,000 ആണ് എന്ത് കണക്കാക്കാൻ ഉപയോഗിച്ചത്, EPS കണക്കാക്കാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്ക് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടി ഒന്നിച്ചാണ് ചെയ്യുന്നത്, അല്ലേ? ഒന്നിച്ച് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ടൈസൺ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് അല്ലെങ്കിൽ 31/3/2017 എന്നുള്ള ഹെഡിങ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്പർ എഴുതാനുള്ള കോളം വേണ്ട, ബാക്കിയുള്ള കോളംസൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അതിലാദ്യം തന്നെ ഒന്നാമത്തെ പോയിൻ്റ് ഇട്ട് എഴുതുക അസറ്റ്സിൻ്റെ താഴെ വീണ്ടും ഒന്നാമത്തെ പോയിൻ്റ് നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റിന് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റിൻ്റെ താഴെ ABCD. A എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, B എന്ന് പറയുന്നത് ഗുഡ് വിൽ, C എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ്സ്, D എന്ന് പറയുന്നത് അതർ നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം എടുക്കാം നമുക്ക്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതവിടെ എഴുതുക. അങ്ങനെ തന്നെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിൻ്റെ ആവശ്യമില്ല. അതായത് എല്ലാ അസറ്റും കൂടിയിട്ട് ഒറ്റ പേരിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് നോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നോക്കണം, എങ്ങനെയാണ് തന്നിട്ടുള്ളത് നോക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട്, പിന്നെന്താണ്, ഫർണിച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് വരയ്ക്കണം. നോട്ട് നമ്പർ നമുക്കറിയാലോ, നേരത്തെ 4 വരെയാണ് നമ്പർ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 5ാമത്തെ നോട്ടായിരിക്കും. അപ്പോൾ 5th നോട്ട്, ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കാനുള്ള സ്പേസ് വിടുക. അതിനുശേഷം വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ നോട്ട്സ് അക്കമ്പനിയിങ് ബാലൻസ് ഷീറ്റ് എന്നുള്ള പേര് കൊടുക്കുക. നോട്ട് നമ്പർ 5 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ എന്തെഴുതുക, ഒന്നാമത്തെ ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി 3 lakh. തൊട്ട് താഴെ ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്, ഫർണിച്ചർ 1 lakh. 1 lakh എഴുതുക, രണ്ടും കൂടി എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 4 lakh കിട്ടും. ആ 4 lakh ഇവിടേക്ക് എടുത്തെഴുതുക, ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തെഴുതുക. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നോട്ട് നമ്പർ 5 ദാറ്റ് ഈസ് 4 lakh. രണ്ടാമത്തെ പോയിൻ്റ് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ എഴുതി വയ്ക്കുക. ഗുഡ് വിൽ എഴുതി വെച്ച് നമ്മൾ വീണ്ടും ഗുഡ് വിൽ ഉണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ ഗുഡ് വിൽ ഉണ്ട്, 6 lakh ആണ്. ഗുഡ് വിൽ 6 lakh നേരിട്ട് എഴുതുക. മൂന്നാമത്തെ C പോയിൻ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്സ് നമുക്കറിയാം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അടുത്ത നോട്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുക, നോട്ട് നമ്പർ 6 ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. നോട്ട് നമ്പർ 6 പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള പേരിൽ കൊടുക്കുക. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരൈറ്റം ഉള്ളെങ്കിലും കൂടി നോട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള പേരിലല്ല വന്നിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതുക 3 lakh ആണ്. അത് വീണ്ടും നമ്മുടെ ഇതിലേക്ക് എടുത്തെഴുതുക, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്സ് നോട്ട് നമ്പർ 6 3 lakh. അടുത്തത് അതർ നോൺ കറണ്ട് അസറ്റ്സ് ആണ്, D പോയിൻ്റ്. അതർ നോൺ കറണ്ട് അസറ്റ് നമുക്ക് അവിടെയും അതർ നോൺ കറണ്ട് അസറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ് അതർ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്, അത് അസറ്റല്ല, പക്ഷേ എങ്കിലും നമ്മൾ അതർ നോൺ കറണ്ട് അസറ്റ് എന്നുള്ള ഹെഡിലാണ് വരിക. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. നമ്മുടെ നോട്ട് നമ്പർ 7ൻ്റെ പേര് കൊടുക്കുക, അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ എഴുതുക പ്രിലിമിനറി എക്സ്പെൻസ് 56,000 ലെസ് എമൗണ്ട് റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് റിട്ടേൺ ഓഫ് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് ഇത് കൊടുക്കുക. 10% ആണ്. 56,000-ൽ നിന്ന് 5,600 നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 50,400 കിട്ടും. അതവിടെ എടുത്തെഴുതുക. അതർ നോൺ കറണ്ട് അസറ്റിൽ 7th പോയിൻ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് 50,400. അപ്പോൾ ഒന്നാമത്തെ ഹെഡ് കഴിഞ്ഞു. ഒന്നാമത്തെ ഹെഡ് നോൺ കറണ്ട് അസറ്റ്സ് ആണ്. രണ്ടാമത്തെ ഹെഡ് കൊടുക്കുക കുട്ടികൾ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ആദ്യം തന്നെ സ്മോൾ ലെറ്റർ A പോയിൻറ്റിൽ ഇൻവെൻ്ററീസ്.
ഇൻവെൻട്രീസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എഴുതേണ്ട ഇൻവെൻട്രീസ് ക്ലോസിംഗ് ഇൻവെൻറ്ററിയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് നേരത്തെ നമ്മൾ ഇവിടെ ഒരു എളുപ്പവഴി ചെയ്ത് എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മളുടെ ഡിഫറൻസ് പർച്ചേസസിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ സാധാരണ ബാലൻസ് ഷീറ്റിൽ എടുക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെ ഇവിടെ നമ്മൾ എന്തായിട്ട് എടുത്തു, ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് ഇൻവെൻറ്ററീസ് എന്നുള്ള പേരിലാണെന്ന് മാത്രം. ബി പോയിൻ്റ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിലെ ഫസ്റ്റ് പോയിൻ്റ് ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് എന്നുള്ള ഐറ്റം ഉണ്ടാവാതിരിക്കില്ല. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സാണ്, അതെടുത്ത് എഴുതുക. ട്രേഡ് റിസീവബിൾസ് സൺഡ്രി ഡെപ്റ്റേഴ്സ് 80,000. രണ്ടാമത്തെ ഐറ്റം ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ ക്യാഷ് മാത്രമുള്ളെങ്കിൽ നമുക്ക് എന്ത് വരയ്ക്കേണ്ട, നോട്ട് പ്രൊവൈഡ് ചെയ്യണ്ട. പക്ഷേ ക്യാഷും ബാങ്കും ഉണ്ട്, അതിൽ രണ്ടും ഉണ്ട്. അപ്പോൾ നോട്ട് നമ്പർ കൊടുത്തോളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നോട്ട് നമ്പർ 8 ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് കൊടുക്കുക. അതിൽ ക്യാഷ് എഴുതുക. ക്യാഷ് എത്രയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 10,000, ക്യാഷ് അറ്റ് ബാങ്ക് 30,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 40,000. ആ 40,000 എടുത്ത് എഴുതുക. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നോട്ട് നമ്പർ 8 40,000. ഇനി അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഐറ്റമാണ്. കിട്ടാനുള്ള ഐറ്റം എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു 30,000 ഉണ്ട്, അല്ലെ 30,000 രൂപ കിട്ടാനുണ്ടെന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് എഴുതുക. അതർ കറണ്ട് അസറ്റ്സ് 30,000. ഇത്ര ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റ്സ് ആയി. ടോട്ടൽ അസറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 15,12,400. 15,12,400. ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 15,12,400. അപ്പോൾ ഇത്രയും പറഞ്ഞ ഐറ്റത്തിൽ നമുക്കറിയാത്തതായിട്ട് ഇതിലൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് മുൻപ് അറിഞ്ഞിരുന്ന നമ്മൾ പല ടൈപ്പിൽ പല മോഡലിൽ അസറ്റ് സൈഡിൽ എടുത്ത് എഴുതിയിരുന്ന ഐറ്റത്തിനൊക്കെ ഒരു ഹെഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അസറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നോൺ കറണ്ട് അസറ്റ്, കറണ്ട് അസറ്റ്സ്. അത് നേരത്തെ നമ്മൾ ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനകത്തുള്ള ഐറ്റംസിനെ നമ്മൾ ചില ഹെഡുകളുടെ അണ്ടറിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ നോൺ കറണ്ട് അസറ്റിൽ എന്താണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ് അസറ്റുകളെല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹെഡ് ഉണ്ടാക്കി. ഗുഡ് വിൽ എഴുതാൻ വേണ്ടി രണ്ടാമത്തെ ഹെഡ്, ഫിനാൻഷ്യൽ അസറ്റ്സ് എഴുതാൻ വേണ്ടി മൂന്നാമത്തെ ഹെഡ്, അതർ നോൺ കറണ്ട് അസറ്റ്സ് എഴുതാൻ വേണ്ടി നാലാമത്തെ ഹെഡ്. അത്രയേ ഉള്ളൂ. ഇത് പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ പഠിക്കാം. രണ്ടാമത്തെ കറണ്ട് അസറ്റ്. അവിടെയും കറണ്ട് അസറ്റിൽ നമുക്കറിയാമല്ലോ ഇൻവെൻട്രീസ്, സ്റ്റോക്ക്, ക്യാഷ്, ഡെപ്റ്റേഴ്സൊക്കെ തന്നെയാണ് നമ്മുടെ കറണ്ട് അസറ്റിൽ വരുന്നത്. അപ്പോൾ അത് അങ്ങനെ എഴുതി. ഇൻവെൻട്രീസ് ആണ് ഒന്നാമത്തെ ഹെഡ്. ബി ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിലാണ് ട്രേഡ് റിസീവബിൾസും ക്യാഷും ബാങ്കും ഒക്കെ വരുന്നത്. സി പോയിൻ്റ് അതർ കറണ്ട് അസറ്റ്സ്. അപ്പോൾ പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. കുട്ടികളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ അസറ്റ്സിൽ എത്തി നിൽക്കുന്നു. ദാറ്റ് ഈസ് 15,12,400 ആണ് ടോട്ടൽ അസറ്റ്. അടുത്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. ആ ഹെഡ് കൊടുക്കുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് കൊടുക്കുക. അവിടെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ അസറ്റ്സ് കൊടുത്തു, അതുകൊണ്ടാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് ഇക്വിറ്റി കൊടുക്കുന്നത്. ഇക്വിറ്റിയിൽ നമ്മളെപ്പോഴും ഇക്വിറ്റി എഴുതുന്ന സമയത്ത് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എഴുതാൻ പാടുള്ളൂ ഒരു പരിധി വരെ. കാരണം ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ എന്താണെന്ന് വെച്ചാൽ 1,00,000 ഷെയർസ് ഉണ്ട്. പക്ഷേ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1,00,000 ഷെയർസ് ആണ്. പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന 80,000 ഷെയർസാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നോട്ട് കൊടുക്കണം. അപ്പോൾ അടുത്ത 8 വരെയാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നോട്ട് നമ്പർ 9 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഹെഡ് കൊടുക്കുക. എന്നിട്ട് അവിടെ എല്ലാ എക്സ്പ്ലനേഷൻസ് കൊടുക്കുക. എങ്ങനെയാണ് എക്സ്പ്ലനേഷൻസ് കൊടുക്കുക? ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് 1,00,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 each 10 lakhs. അതവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. തൊട്ട് താഴെ എന്ത് ചെയ്യുക, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് കൊടുന്ന് 8 lakh കൊടുക്കുക. അതവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. തൊട്ട് താഴെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് 8 lakh ലെസ് എന്താണ് കോൾസ് ഇൻ അരിയർ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 8 lakh എഴുതിയിട്ട് അവിടെ നിർബന്ധമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യണം, ലെസ് കോൾസ് ഇൻ അരിയർ 10,000 രൂപ കുറച്ച് എന്ത് കാണിക്കണം, 7,90,000 ആണ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് വരാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9th നോട്ടാണ്, നോട്ട് നമ്പർ 9 ദാറ്റ് ഈസ് 7,90,000. ഇനി അടുത്ത ബി പോയിൻ്റ്, അവിടെ തന്നെയുള്ള ബി പോയിൻ്റ് അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഇതൊരു വലിയ ഹെഡാണ്. ഇവിടെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നോട്ട് നമ്പർ പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 10 അതർ ഇക്വിറ്റി ദാറ്റ് ഈസ് റിസർവ്സ് ആൻഡ് സർപ്ലസസ്. അവിടെ ചെയ്യേണ്ടത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക,
റിസർവ്സ് ഉണ്ടോ നോക്കുക. റിസർവ്സിൽ സെക്യൂർ എന്തൊക്കെ വരിക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. റിസർവ്സ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. റിസർവ് എന്നുള്ള പേരിലുണ്ടോ നോക്കുക. ആ ഒരു സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക. പിന്നെ എന്തെങ്കിലും ഉണ്ടോ. സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് സെക്യൂരിറ്റി പ്രീമിയം? 1 lakh ആണ്. പിന്നെ ഒന്നും ക്വസ്റ്റ്യനിൽ TBയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം അവസാനം പറഞ്ഞിട്ടുണ്ട്. 5ാമത്തെ പോയിൻറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ 5ാമത്തെ പോയിൻറ്റ് ട്രാൻസ്ഫർ ₹30,000 ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? റിസർവിൽ 2 ആയിട്ടാണ് വരിക. ഒരു സെക്യൂരിറ്റി പ്രീമിയം 1 lakhഉം ജനറൽ റിസർവ് ട്രാൻസ്ഫർ 30,000 രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,30,000 റിസർവ്സിൻ്റെ ടോട്ടലായിട്ടുണ്ട്. അതവിടെ എഴുതി വയ്ക്കുക. അടുത്ത് സർപ്ലസ് എഴുതുക. സർപ്ലസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടോ നോക്കണം. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh rupees തന്നിട്ടുണ്ട്. അതെടുത്ത് എഴുതുക. ഈ വർഷത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ് എടുത്ത് എഴുതിയിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്താലും മതി. ഈ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കണ്ടുപിടിച്ചിട്ടുള്ള പ്രോഫിറ്റ്? നമ്മളിപ്പോൾ തന്നെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്? 1,27,400 1,27,400. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,27,400 ആണ്. ദാറ്റ് ഈസ് ഈ വർഷത്തെ പ്രോഫിറ്റും ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും കൂടി ടോട്ടൽ പ്രോഫിറ്റ് 2,27,400 ഉണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കൊടുക്കും? അതിൽ നിന്ന് എന്തൊക്കെയാണ് കൊടുക്കുക? ട്രാൻസ്ഫർ ചെയ്യണം. എത്രയാണ്? 30,000 രൂപ മാറ്റി വയ്ക്കണം. അപ്പം എന്ത് ചെയ്യുക? ലെസ് ട്രാൻസ്ഫർ ടു റിസർവ് 30,000 അല്ലേ. ഇനി എന്താണ്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ഒരു 10% പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ലെസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. എന്തിൻ്റെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്? എന്തിൻ്റെ മുകളിലാണ് കാണേണ്ടത്? നമ്മുടെ ഏത് എമൗണ്ടിൻ്റെ മുകളിലാണ് കാണേണ്ടത്? ക്യാപിറ്റലിൻ്റെ മുകളിലാണ് കാണേണ്ടത് അല്ലേ. ക്യാപിറ്റൽ എത്രയാണ്? 7,90,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൻ്റെ 10%. അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് എപ്പോഴും ഡിവിഡൻറ്റ് കാണുക അല്ലേ. അപ്പോൾ 7,90,000ൻ്റെ 10% എന്ന് പറയുന്നത് 79,000. ഇനി എന്ത് ചെയ്യണം? CDT പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് CDT വരുന്നത്. CDT നമ്മളോട് പ്രത്യേകിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 20% ആണ്. CDT കാണേണ്ടത് എന്തിൻ്റെ മുകളിലാണ്? ഡിവിഡൻറ്റ് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ്. ഡിവിഡൻറ്റ് എത്രയാണ്? 79,000 ആണ് ഡിവിഡൻറ്റ്. അപ്പോൾ ഡിവിഡൻറ്റിൻ്റെ 20% ദാറ്റ് ഈസ് 15,800 ആണ് നമ്മുടെ CDT. ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 1,24,800 കിട്ടും. അത് എവിടെ നിന്ന് കുറയ്ക്കുക? നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 2,27,400 നിന്ന് കുറയ്ക്കുമ്പോൾ ഈ വർഷത്തെ സർപ്ലസ് എത്ര കിട്ടും? 1,02,600 കിട്ടും. 1,02,600. അത് മുകളിലെ റിസർവ്സ് ആയിട്ട് കൂട്ടുമ്പോൾ നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ 2,32,600 വരും. 2,32,600. അത് ഡബിൾ ലൈൻ ചെയ്യുക. വീണ്ടും നമ്മൾ ഇവിടേക്ക് വരിക, ബാലൻസ് ഷീറ്റിലേക്ക് വരിക. ബാലൻസ് ഷീറ്റിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതർ ഇക്വിറ്റിയിൽ നോട്ട് നമ്പർ 10 ദാറ്റ് ഈസ് എമൗണ്ട് എഴുതുക 2,32,600. ഇനി മൂന്നാമത്തെ പോയിൻ്റ് ഇക്വിറ്റി കഴിഞ്ഞു. മൂന്നാമത്തെ പോയിൻ്റ് ലയബിലിറ്റീസിലെ ഒന്നാമത്തെ പോയിൻ്റ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ എ പോയിൻ്റ് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ബോറോയിങ്സ് ഉണ്ടോ നോക്കുക. ബോറോയിങ്സിന് നോട്ട് നമ്പർ 11 കൊടുക്കുക. എത്രയാണ്? നോട്ട് നമ്പർ 11 കൊടുക്കാനുള്ള കാരണം ബോറോയിങ്സ് എന്നുള്ള പേരിലല്ല, 8% ഡിബഞ്ചേഴ്സ് എന്നുള്ള പേരിലാണ്. പിന്നെ മാത്രമല്ല ഡിബഞ്ചർ ഇൻട്രസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ 8% ഡിബഞ്ചേഴ്സ് 3 lakh. ഇതിനെന്ത് ചെയ്യുക? ആഡ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എത്രയാണ്? 24,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 3,24,000 വരും. അതെടുത്ത് എഴുതുക. അപ്പോൾ 3,24,000 ബോറോയിങ്സ് നോട്ട് നമ്പർ 11 ദാറ്റ് ഈസ് 3,24,000. അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് കറണ്ട് ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യം വരുന്നത് ട്രേഡ് പേയബിൾസിൽ എന്താണ്? നമ്മുടെ പേയബിൾസ് എന്താ? ക്രെഡിറ്റേഴ്സ് ഉണ്ടോ നോക്കുക. ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതെടുത്ത് എഴുതുക. ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമല്ല ബിൽസ് പേയബിളും ഉണ്ട്. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, വേഗം തന്നെ നോട്ട് നമ്പർ പ്രിപ്പയർ ചെയ്തോളൂ. നോട്ട് നമ്പർ 12 ദാറ്റ് ഈസ് ട്രേഡ് പേയബിൾസ്. 12ാമത്തെ നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കാരണം 2 ആയിട്ടുണ്ട് അല്ലേ. നോട്ട് നമ്പർ 12 ട്രേഡ് പേയബിൾസ്. ആദ്യം എന്ത് ചെയ്യുക? സൺട്രി ക്രെഡിറ്റേഴ്സ് 18,000, ബിൽസ് പേയബിൾ 12,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 30,000 30,000. ആ 30,000 എടുത്ത് എഴുതുക. ട്രേഡ് പേയബിൾസ് നമ്പർ 12 ദാറ്റ് ഈസ് 30,000. ദെൻ അതർ കറണ്ട്
അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കാനുണ്ടോ? സാലറി ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും എന്ത് ചെയ്യുക? അതർ കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി 13ാമത്തെ നോട്ട് കൊടുക്കുക. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്താണ് അതിന് താഴെ എഴുതുക? സാലറി ഔട്ട്സ്റ്റാൻഡിങ് 6000. അപ്പോൾ അതർ കറണ്ട് ലയബിലിറ്റിയിൽ 13ാമത്തെ പോയിൻ്റ് കൊടുക്കുക, 6000 എടുത്ത് എഴുതുക. അടുത്ത സി പോയിൻ്റ് പ്രൊവിഷൻസ്. പ്രൊവിഷൻസിൽ നമ്മൾ വീണ്ടും നോട്ട് കൊടുക്കുക. ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ആണ്. നോട്ട് നമ്പർ 14 വർക്കിംഗ് നോട്ടിലേക്ക് വരിക. 14ാമത്തെ നോട്ട് ഷോർട്ട് ടൈം പ്രൊവിഷൻസ്. അതിലെഴുതുക എന്തൊക്കെയാണ് പ്രൊവിഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്? പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 79,000 രൂപ അല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, 10% അല്ലേ? പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റ് 79,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് 35,000. ഇനി എന്താണ്? CDT, ഡിവിഡൻറ്റിൻ്റെ മുകളിലുള്ള ടാക്സ്. CDT എത്രയാണ്? 15,800. മൂന്നും കൂടി കൂട്ടുമ്പോൾ 1,29,800. ആ 1,29,800 എവിടേക്ക് ഫില്ല് ചെയ്യുക? ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുക. ഞാനൊന്നുകൂടി പറയാം. പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിൽ 14ാമത്തെ നോട്ട് നമ്പറായിട്ട് 1,29,800 അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 15,12,400 നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ടോട്ടൽ സെയിം ആണ്. അതിന് പേര് കൊടുക്കുക ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള പേര് കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഇതിൽ ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും കേട്ടോ. ഈ ക്ലാസ് കൂടി കിട്ടിക്കഴിയുമ്പോൾ ഫൈനൽ അക്കൗണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വർക്ക് ചെയ്യുക. ഇനി കൂടുതൽ ഇതിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് കൂടി പറയുകയാണ്. കുട്ടികളതൊന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, വീട്ടിൽ വെച്ച് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കുക. പേജ് നമ്പർ 203, പേജ് നമ്പർ 203 ഇല്ലസ്ട്രേഷൻ 8, 8ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക് യു.